കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചയായി. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയത്. വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ പാക്കിംഗ് ഒക്കെ ഇതിന് ഇനഫാണ്. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ മേളിൽ ഇങ്ങനത്തെ ഒരു ചെറിയ കവറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചു. അതിങ്ങനെ പതുക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് സേഫ്റ്റിക്കായിട്ട് അവർ ബബിൾ റാപ്പൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നത്. അൺബോക്സിങ് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ്. അടുത്ത് നമുക്ക് ഈ ബബിൾ റാപ്പ് റിമൂവ് ചെയ്യണം. ഈ ബബിൾ റാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് എന്താണ്, എന്തിനാണ് ഞാനിത് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് നിങ്ങൾക്ക് എന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പ്രൊഡക്റ്റ്. ക്രയോ എന്ന കമ്പനിയുടെ ഗോറക്ക് എന്ന് പറയുന്ന മൈക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് സിംഗിൾ റിസീവറായിട്ടും പിന്നെ ഡ്യുവൽ റിസീവറായിട്ടും. ഞാൻ ഡ്യുവൽ റിസീവറായിട്ട് വരുന്ന മൈക്കാണ് വാങ്ങിച്ചത്. കാരണം എനിക്ക് വ്ളോഗിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഡ്യുവൽ റിസീവറായിട്ടുള്ള മൈക്കാണ് ആവശ്യം. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. കാരണം ഇവർക്ക് ഈ ക്രയോ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് മാത്രമല്ല ഗെയിമിങ്ങിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്കിത് പതിയെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ വൈഫിന് ഇതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കുറച്ചധികം ശ്രമിച്ചു, എന്നിട്ടാണ് ഇത് പൊട്ടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ വീണ്ടും വീഡിയോ കുറച്ച് സ്പീഡിലങ്ങ് പ്ലേ ചെയ്യാണ്. അങ്ങനെ ഫൈനലി മേളിലത്തെ കവറൊക്കെ ഇങ്ങനെ പതുക്കെ പൊട്ടിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ക്രയോ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് നമുക്ക് വഴിയെ നമുക്ക് നോക്കാം. അങ്ങനെ പ്രൊഡക്റ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ആദ്യം തന്നെ ക്രയോൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്, ക്രയോൻ്റെ ലോഗോ ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് നമുക്ക് കണ്ടത്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി അവരുടെ യൂസർ മാനുവൽ, ഇത് വായിക്കാനൊന്നുമല്ല, യൂസർ മാനുവൽ ഉണ്ട്, അതെല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവും. അപ്പോൾ ഇതിന് യൂസർ മാനുവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നോക്കി. പിന്നെ അടുത്ത് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ബോക്സാണ്. അപ്പോൾ ഈ ചാർജിങ്ങിൻ്റെ ബോക്സ് ചെറിയൊരു അതിൻ്റെ ഒരു കേബിളാണ്. നമുക്ക് അതൊരു നല്ലൊരു ബോക്സിലാക്കിയാണ് അവർ തന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റി ഉണ്ടാകും മൈക്കിന്. അപ്പോൾ എന്തായാലും അത് നോക്കി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പോർട്ട് USB to പോർട്ടിൻ്റെ ഒരു ചാർജിങ് കേബിളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ സോഫ്റ്റ് കവറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അതിലെന്തോ കോഷൻ്റെ ഒരു സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ക്രയോൻ്റെ മൈക്ക്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ റിസീവറും മൈക്കും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ മതിയാക്കിയിട്ട് നമുക്കിനി അകത്തേക്ക് പോയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം തന്നെ നമുക്കതിൻ്റെ റിസീവർ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസീവർ. പോർട്ടാണ്, നമുക്ക് ഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗോറക്കിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. അത്രയാണ് റിസീവറിൽ നമുക്കുള്ളത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ അടുത്തത് നമുക്ക് അതിൻ്റെ മൈക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. അപ്പോൾ മൈക്കിൽ ക്രയോ എന്നുള്ള ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ലൈറ്റിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ കത്തി വരുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ പോർട്ടിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ ഉണ്ട്, അത് നമുക്ക് സെപ്പറേറ്റ് ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല. ഇത് കേസിൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള സംഭവമാണ് ഇപ്പോൾ അതുള്ളത്. പിന്നെ അടുത്ത മൈക്കിനും സെയിമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിന് നമുക്ക് 2 ഓപ്ഷനിൽ കിട്ടും. അതായത് കേസ് ഇല്ലാതെയും കിട്ടും, ചാർജിങ് കേസ് വെച്ചും കിട്ടും. അപ്പോൾ ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയി. ചാർജിങ് കേസ് ഉള്ളതിന് ക്യാഷ് ഇത്തിരി കൂടും, ചാർജിങ് കേസ് ഇല്ലാത്തതിന് ക്യാഷ് കുറയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ചാർജിങ് കേസ് വിത്ത് ഡ്യുവൽ മൈക്ക് വരുന്നതിന് എനിക്കായ പ്രൈസ് 1899 ആണ്. അത് അവരുടെ 50% ഓഫ് ഡീലിനാണ് ഞാനിത് വാങ്ങിച്ചത്. ബേസിക് വ്ളോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഈ മൈക്ക് എന്തുകൊണ്ടും ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്ററാണ്. അടുത്ത് നമുക്ക് ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു സൗണ്ട് കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത് ഈ മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. ഇപ്പോൾ ഞാനിത് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഇത് മൈക്കിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എന്തായാലും ഞാൻ ചുമ്മാ ഒരു വീഡിയോ അങ്ങനെ എടുക്കുവാണ്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. പുറത്ത് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോയ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുക്കുവാണ്. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് അല്ല എനിക്ക് ഈ മൈക്കിൽ നിന്ന് ഇപ്പോൾ വന്നത്. എന്തായാലും ഞാനിപ്പോൾ ഈ മൈക്ക് വെച്ച് കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.